ലക്ഷ്യം ഈ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് നയിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മാക്സിമം എഫോർട്ട് അതിന് പുറകിലിട്ടിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്കും പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവിധ ആശംസകളും എൻ്റെ മക്കൾക്ക് നേരെയാണ്. ക്ലാസ് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടത്തുക. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടുകൂടി തന്നെ നന്ദി പറയേണ്ടത്. കാരണം ഒത്തിരി തിരക്കുകൾ എല്ലാവരും ജോലി സംബന്ധമൊക്കെ ആയി. നിങ്ങളുടെ ഫോൺ എടുത്താലും എല്ലാത്തിലും ആപ്സ് ആണ്. ഇത്രയും ആപ്സ് ആണ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ലഭിക്കുന്നത്. പ്രചരിച്ച ചില വീഡിയോകളാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ AI ജനറേറ്റഡ് ആണ്. പക്ഷെ കാണുന്നവർ ഇത് യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുകയും ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഇതൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അടുത്തതൊരു വീഡിയോ എല്ലാം സൗജന്യമായി ലഭിക്കുന്നതല്ല, ചിലതെല്ലാം പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യമാണ് ഇവിടെ AI ജനറേറ്റഡ് കണ്ടന്റ് എന്ന പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാതെ AI ജനറേറ്റഡ് വീഡിയോ പ്രചരിപ്പിച്ചാൽ അത് 2026 ഫെബ്രുവരി 10 പുറത്തിറക്കിയ IT ഭേദഗതി ആക്ട് പ്രകാരം ഒരു ശിക്ഷാർഹമായ കുറ്റകരമാണ്. 1. ഇത് സത്യമാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. രണ്ടാമതായി നിങ്ങൾ അതിന്റെ ഉറവിടം പരിശോധിക്കുക. വിശ്വസനീയമായ മാധ്യമങ്ങളിലൂടെയാണോ അതോ ഇതുപോലെയുള്ള AI വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ചാനലിലൂടെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അടുത്തത് ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. നേരത്തെ നിർമ്മൽ പറഞ്ഞതുപോലെ AI ചിത്രങ്ങൾക്കെല്ലാം മിക്കതിനും ഒരു ലോജിക്കും ഉണ്ടാകില്ല. ആ തെങ്ങിൽ വടപ്പിൽ നിന്നതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കും മിക്കതും ഉണ്ടാകുന്നത്. മാത്രമല്ല ഓവർ ബ്രൈറ്റ്നസ്സും മുഖഭാവവും പശ്ചാത്തലം കാണുമ്പോൾ പലരും അത് അതേപടി എടുത്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ് ഇതിനെ പറ്റിയ ഒരു പരിഹാരം എന്നത്. വ്യാജമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ഇനി മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരാൾ അങ്ങനെ ചെയ്യുന്നതായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാൾ ഉപദേശിക്കണം. അത് AI ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത് ഷെയർ ചെയ്യാവൂ. അടുത്തത് കൂടുതൽ ഉപയോഗിക്കുന്നത് AI ആണ്. പഠിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന AI ആണ്. AI-യോട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാം, നോട്ടുകൾ തയ്യാറാക്കാം, ഉത്തരം കണ്ടെത്താം, പുതിയ ആശയങ്ങൾ തേടാം, പരീക്ഷയ്ക്ക് പരിശീലിക്കാം, സംഗ്രഹം തയ്യാറാക്കാം, കണ്ടുകൊണ്ടുള്ള വാക്യം എളുപ്പത്തിലാക്കാം, താരതമ്യം ചെയ്യാം. ഞങ്ങൾ പലർക്കും ഇത് ഹോംവർക്ക് ചെയ്തതും എല്ലാം AI-യിലൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയും എക്സാമിന് മുമ്പ് എങ്ങനെ റിവിഷൻ ചെയ്യണമെന്നുള്ള പ്ലാൻ തയ്യാറാക്കുന്നതും AI-യിലൂടെയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന അനേകം ജോലി സാധ്യതകളിലേക്ക് വഴിതെളിക്കുന്ന, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മയിലേക്ക് നയിക്കുന്ന, ഇനി വരാനിരിക്കുന്ന കുട്ടികൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു സാങ്കേതിക മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. വലിപ്പചെറുപ്പമില്ലാതെ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് AI കുറിച്ച് ഒരു സാമാന്യ അറിവുണ്ടായിരിക്കുക എന്നത് അത്യാവശ്യമാണ്. ഇതിനോട് എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചതും അത് തന്നെയാണ്. സാധ്യതകളോടൊപ്പം തന്നെ അതിൽ മറിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് നാം ബോധവാന്മാരായി